ഹലോ, ഇന്ന് നമുക്കൊരു ഈസി റെസിപ്പി ഉണ്ടാക്കിയാലോ. ചോറിനൊക്കെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസിൽ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്യൂബ് സൈസിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഞാനൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഈ പൊടികളൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ വേപ്പില ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പിടുന്നുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊടികളിൽ ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചിന് ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട് നമുക്ക് ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് പൊടികളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പൊട്ടറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവുകയും വേണം. അപ്പം ഞാൻ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ കുക്കറിൻ്റെ വിസിൽ എനിക്കറിയില്ല. ഞാൻ ഒരു 3 വിസിലടിച്ച് തുറന്നപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഒരു പ്ലേറ്റ് നിറയെ ചോറിനാൻ നമുക്കിത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം M4 Foodie.